ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മൈ ഓൾമോസ്റ്റ് 5-star റീഡ്സ് ഓഫ് 2025 പറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫാർ ഞാൻ 2025 വായിച്ചതിൽ ഞാൻ ഓൾമോസ്റ്റ് 6 ബുക്സ് എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ദ ഫസ്റ്റ് ബുക്ക് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇസ് ആനി ബോട്ട്. ആനി ബോട്ട് ഒരു ചെറിയ ഒരു സൈഫൈ ബുക്കാണ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ആനി ഒരു റോബോട്ടാണ്. അപ്പോ ആനിക്ക് ശരിക്കും പറഞ്ഞാല് റോബോട്ട് ആണെങ്കിലും ഒരു ഹ്യൂമൻലി കൈൻഡ് ഓഫ് ഫീൽ ആണ്. ബിക്കോസ് ഷീ ക്യാൻ സ്ലീപ്, ഷീ ക്യാൻ ഈറ്റ്, ഷീ ക്യാൻ ഡു വാട്ട് എവർ ഷീ വാണ്ട്സ്. ബട്ട് ഈ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയത് ഡഗ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അയാളാണ് ഈ ഒരു റോബോട്ടിന്റെ ഓണർ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാളുടെ എക്സിന്റെ അതേ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു റോബോട്ടിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ആ ഡഗിനെ പ്ലീസ് ചെയ്യലാണ് ഈ ഒരു റോബോട്ടിന്റെ ജോബ്. ഡഗ് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു റെഡ് ഫ്ലാഗ് മാനാണ്, ഒരു ടിപ്പിക്കൽ മാനാണ്. അപ്പോ ഈ ഒരു റോബോട്ടിനെ അയാൾ എത്രത്തോളം എന്താ പറയാ മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബുക്കിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. ലൈക്ക് ഒരുപാട് സോഷ്യൽ കമന്ററീസ് ഉണ്ട്. ലൈക്ക് ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു മെന്നിന്റെ കീഴിൽ ഒരു വുമൺ ഒരു റോബോട്ട് പോലെയാണ് എന്നൊക്കെയാണ് ഈ ഒരു ബുക്ക് സൂചിപ്പിക്കുന്നത്. ആൻഡ് എനിക്ക് ആ ഒരു സോഷ്യൽ കമന്ററീസ് ഭയങ്കരമായിട്ട് വർക്കായി. അതുപോലെ തന്നെ ആനി ആസ് എ റോബോട്ടിന് കാര്യമായിട്ട് ഫീലിങ്സ് ഒന്നുമില്ല. സോ അതുകൊണ്ട് അവളുടെ ആ ഒരു ഹെൽപ്ലെസ്നെസ് ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായത്. ഡഗ് എന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡഗ് അത് ഭയങ്കര ഹാർഷ് രീതിയിലാണ് ആനിയുടെ അടുത്ത് എടുക്കുക. ആൻഡ് ആ സമയത്തൊക്കെ ആനി ജസ്റ്റ് കാൽക്കുലേറ്റ്സ് ഔട്ട് ഓഫ് 10 എത്രയാണ് ഡഗിന്റെ ആംഗ്രി, അതിനനുസരിച്ചാണ് ആനി ബിഹേവ് ചെയ്യുക. പിന്നെ എവറി ടൈം അവൾ ആ ഒരു അബ്യൂസ് നേരിടുമ്പോഴൊക്കെ വിൽ ഫീൽ സോ സാഡ്, ലൈക്ക് വിൽ ഫീൽ സോ ഹേർട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആസ് എ റോബോട്ട് അവൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സേ ഇല്ല. ആൻഡ് അവൾ അതേപോലെ അഗെയിൻ ഷീ ബിഹേവ് സെയിം വേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പത്തറ്റിക് ഫീലിങ്സ് ഒക്കെ ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ വലിയ പേഴ്സണാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ബട്ട് ദെൻ അവൾക്ക് ആ ഒരു സ്വന്തമായിട്ടുള്ള സെൽഫ് റെസ്പെക്ട് ഒക്കെ വന്നു തുടങ്ങും. ലൈക്ക് ക്ലോസ് ടു ഹ്യൂമൺ ആയിട്ട് മാറും. ലൈക്ക് അവൾക്ക് മനസ്സിലാവും ഓരോ സിറ്റുവേഷനിൽ അവള് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് ഡഗ് അവളെ ഇങ്ങനെ ഇത്രയും മിസ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ അവള് റിയലൈസ് ചെയ്യും. അപ്പൊ എന്താ പറയാ, ടോട്ടലി ഐ റിയലി എൻജോയ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ദിസ് ബുക്ക്. ആ ഒരു സോഷ്യൽ കമന്ററി വാസ് സോ ഗുഡ്. ഞാനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ 4.5 star റീഡ്. ഐ റിയലി ലവ്ഡ് ആനി ആസ് എ ക്യാരക്ടർ. എന്താ പറയാ, ആസ് എ വുമൺ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ ഹൈലി റെക്കമെൻഡഡ് ടു വുമൻസ്. സോ ദ നെക്സ്റ്റ് ബുക്ക് ഈസ് ഓൾ ദ കളേഴ്സ് ഓഫ് ദ ഡാർക്ക്. ഇതെന്റെ ഒരു ബുക്ക് ക്ലബിന്റെ പിക്കായിരുന്നു. സോ നിങ്ങൾക്ക് ബുക്ക് ക്ലബിനെ പറ്റി അറിയാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഫേബിൾ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ബുക്ക് ക്ലബിൽ ജോയിൻ ആക്കാം. നമ്മുടെ ബുക്ക് ക്ലബ് പിക്കിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ആക്കാൻ പറ്റും. അതിൽ ഓൾസോ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ്സ് സോ മച്ച് ഫൺ, ആ ഒരു കമ്മ്യൂണിറ്റി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ആക്കിക്കോ. സോ ഈ ബുക്ക് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഇതൊരു മിസ്റ്ററി ത്രില്ലർ അല്ല, ഇത് ഒരു ലിറ്റററി ഫിക്ഷൻ ആണ്. അതിലൊരു മിസ്റ്ററി ഉണ്ട്, അത്രേ ഉള്ളൂ. സോ മിസ്റ്ററി എലമെന്റിൽ ഫോക്കസ് ചെയ്യാതെ ലൈക്ക് ആ ഒരു ലിറ്റററി കാര്യം എൻജോയ് ചെയ്യുന്നവർക്ക് ദിസ് ബുക്ക് ഇസ് സോ ജെം. കാരണം ഇത് അങ്ങനെ ആ ഒരു ജേർണിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു ബുക്കാണ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സെയിന്റ് ആൻഡ് പാച്ച്. അപ്പൊ അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഐ ലവ് സെയിന്റ്. കാരണം സെയിന്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എന്നെ ഈ ഒരു ബുക്ക് ഇഷ്ടപ്പെടിപ്പിച്ചത്. സോ സെയിന്റിന് ശരിക്കും പറഞ്ഞാൽ പാച്ചിനോട് ഭയങ്കര സ്നേഹമാണ്. ബട്ട് പാച്ചിന് തിരിച്ചതില്ല. സോ ആ ഒരു അൺറിക്വറ്റഡ് ലവ് നമ്മൾ ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ദിവസം പാച്ച് ഒരു കിഡ്നാപ്പിംഗ് സീനിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് പാച്ച് കിഡ്നാപ്ഡ് ആവാണ്. അങ്ങനെ അവനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഇരുട്ടുള്ള ഒരു റൂമിലാണ്. അപ്പൊ അവിടെ അവന്റെ കൂടെയുള്ള ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടീനെ അവന് ഒരുപാട് മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു 1 ഇയറോളം അവൻ ആ ഒരു ഇരുട്ട് റൂമിലാണ് ഉള്ളത്. ഈവൻ ദോ 1 ഇയർ ആണ് അവരവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു അവന്റെ വീക്ക്നെസ് മൊമെന്റിൽ ഏറ്റവും കൂടുതൽ അവന്റെ കൂടെ നിന്നത് ആ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ അവന് ഒരുപാട് ആത്മീയമായിട്ട് ആ ഒരു പെൺകുട്ടീനോട് അടുക്കുകയാണ്. ലൈക്ക് എന്താ പറയാ, പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അടുപ്പം. കാരണം അവർക്ക് രണ്ടുപേർക്കും ആരുമില്ല, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ ആരും അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും ഇല്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവർ തമ്മിലുണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പ്
ആൻഡ് അതൊരു എന്താ പറയുക ഡിവൈൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അവന് രക്ഷപ്പെടുന്നുണ്ട്. ബട്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവൻക്ക് ആ ഒരു പെൺകുട്ടീനെ മറക്കാനേ കഴിയില്ല. അവൻ അവളെ നേരിട്ട് കണ്ടിട്ടില്ല, കാരണം അതൊരു ഇരുട്ടുമുറി ആയതുകൊണ്ട് തന്നെ. ബട്ട് അവന് ഒരുപാട് അവളെ അറിയാം. ലൈക്ക് അവളുടെ വോയിസ്, അവളുടെ ജെസ്റ്റേഴ്സ്, അതൊക്കെ അവനക്ക് അറിയാം. ബട്ട് അവൻ ആ ഒരു ഹണ്ടിലാണ്. ലൈക്ക് ആ ഒരു ലൈഫ് മൊത്തം അവ ഹണ്ട് ചെയ്യണം ആ ഒരു പെൺകുട്ടീനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് സോ മൂവിങ്, സോ ടച്ചിങ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് ജസ്റ്റ് വാണ്ടഡ് പാച്ച് കുറച്ചും കൂടെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഈറ്റൺ ദിസ് ബുക്ക്. ബട്ട് എനിക്ക് കുറച്ചും കൂടെ ക്ലോസ് ടു ഹാർട്ട് തോന്നിയത് സെയിന്റിനോടാണ്. സെയിന്റ് കാരണം സെയിന്റിന് ഉള്ള ഈ ഒരു പേഷ്യൻസ്, കാരണം പാച്ച് ഇത്രയും ഒരാളിൽ ഇൻവെസ്റ്റഡ് ആയി നിൽക്കുമ്പോഴും സെയിന്റ് എത്രത്തോളം പേഷ്യൻ്റ് ആണെന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഈ ബുക്ക് എനിക്ക് ശരിക്കും ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ആ ഒരു ജേർണി, പിന്നെ ആ എൻഡിങ്ങിലെല്ലാം കലങ്ങി തെളിയുന്നത്, ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ്, അതൊക്കെ എനിക്ക് പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബുക്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി. പിന്നെ എല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, വളരെ ഈസി ആയിട്ട് വായിക്കാം. ബട്ട് കുറച്ച് ലെങ്തിയർ ആണ്. ബട്ട് യു ക്യാൻ ടേക്ക് യുവർ ടൈം ആൻഡ് ഐ തിങ്ക് യു വിൽ റിയലി ലവ് ദിസ് വൺ ഇഫ് യു പെർസിസ്റ്റ്. It's a gem, no comments, I loved it. The next book I'm going to talk about is The Covenant of Water. അപ്പോൾ ഇതിനെ പറ്റി ഞാനൊരു റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കല്യാണ തലേന്നാണ്. അപ്പോൾ അവള് കല്യാണം കഴിച്ചു പോകുന്നത് ഒരു പറമ്പിൽ ഫാമിലിയിലോട്ടാണ്. സോ ആ ഒരു ഫാമിലിയിലെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവളാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ആൻഡ് ഷീസ് മാരിങ് ഒരു 40 ഇയറുള്ള വിഡോഡ് ആയിട്ടുള്ള ആൾക്കൊരു കുട്ടിയുണ്ട്. അപ്പൊ ആ ഒരു ഫാമിലിക്കാണ് അവൾ പോകുന്നത്. അപ്പൊ അവൾ ഭയങ്കര ആൻഷ്യസ് ആണ്. ബട്ട് അവൾ ആ ഒരു ഫാമിലിക്ക് മാരീഡ് ആയതിനു ശേഷമാണ് അവൾക്ക് ആ ഒരു എന്താ പറയാ, അവൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ഫീൽ ചെയ്യാണ്. പിന്നെ അവൾ ആ ഒരു പറമ്പിൽ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്ത് അവൾ ത്രൂ ഔട്ട് 3 ജനറേഷൻ അവൾ ഗൈഡ് ചെയ്ത് അവളൊരു ബിഗ് അമ്മച്ചി എന്നുള്ള ഒരു ടൈറ്റിൽ വാങ്ങാൻ. ആ ഒരു ബിഗ് അമ്മച്ചി എന്ന് പറയുന്നത് ഭയങ്കര സൂത്തിങ് ആയിട്ട് എല്ലാവർക്കും തന്നെ ഭയങ്കര സൂത്തിങ് വാം ഹഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറുകയാണ്. ആൻഡ് അതിൽ പിന്നെ വേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് ആ ഒരു അവരുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ്, അതിന് വേണ്ടിയിട്ട് ബിഗ് അമ്മച്ചി ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ മെഡിക്കൽ സയൻസ്, കേരളയിലുള്ള മെഡിക്കൽ സയൻസിന്റെ ഡെവലപ്മെന്റ്, എല്ലാ തരത്തിലും ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ബുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും ബട്ട് ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റുകളുണ്ട്. നമ്മള് ഒരു ഫസ്റ്റ് എന്താ പറയാ, ഫസ്റ്റ് 20% വാസ് സോ ഗുഡ്. അതിനുശേഷം 20 to 50% കുറച്ച് ബോറടിക്കുന്നുണ്ട്. കാരണം 2 ടൈം ലൈനിലാണ് ഇത് സെറ്റ് ചെയ്തിരുന്നത്. സോ പറമ്പിൽ ടൈം ലൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് ഒരു ഡിഗ്ബി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ഒരു ടൈം ലൈൻ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ബട്ട് അത് പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 50% ഇസ് സോ ഗുഡ്. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു 50% സംഭവിക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും ഓരോ ഹുക്ക് ഇടുന്നുണ്ട്. ആൻഡ് നമ്മൾ എന്തോ ക്യൂരിയസ് ആണ്, നമ്മൾ ക്യൂരിയസ് ഇനഫ് ടു കണ്ടിന്യൂ. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ബട്ട് 700+ പേജസ് ഉണ്ട്. സോ യു ഷുഡ് നോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻ ടു. ബട്ട് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഇറ്റ്സ് സോ വർത്ത് യുവർ ടൈം. സോ highly recommended. The next book I'm going to talk about is We Used to Live Here. അപ്പോൾ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ബ്രീഫായിട്ടേ സംസാരിക്കുന്നുള്ളൂ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു 5 സ്റ്റാർ ബുക്കാണ്, ലൈക്ക് കംപ്ലീറ്റ് 5 സ്റ്റാർ. അപ്പോൾ എനിക്കറിയാം, ലൈക്ക് എൻ്റെ ഗട്ട് ഫീലിംഗ് ആണ്, ലൈക്ക് ബെസ്റ്റ് 2025 ബുക്ക് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ബുക്ക് ഉണ്ടായിരിക്കും. ബിക്കോസ് ഐ റിയലി എൻജോയ്ഡ് ദിസ് വൺ, എസ്പെഷ്യലി ദ എൻഡിങ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ഈവ് ആൻഡ് ചാർലി. അവർ രണ്ടുപേരും ഗേ കപ്പിൾസ് ആണ്. അപ്പൊ അവരുടെ പണി എന്ന് പറഞ്ഞാൽ അവർ റിയൽ എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് വാങ്ങിക്കുക, അത് ഫിക്സ് ചെയ്യുക, പിന്നെ അത് സെല്ല് ചെയ്യുക, അതാണ് അവരുടെ മെയിൻ പണി. അങ്ങനെയാണ് അവർ ഈ ഒരു വീട് വാങ്ങിക്കുന്നത്. അങ്ങനെ ഈ ഒരു ദിവസം ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി വരികയാണ്. അങ്ങനെ ആ ഒരു ഫാമിലിയിലുള്ള മാൻ പറയും, ലൈക്ക് അയാള് അവിടെ താമസിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോ അയാളുടെ മക്കൾക്ക് ഈ വീടൊന്നും എന്താ പറയാ ഒരു ടൂർ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പൊ ഈവ് ആദ്യം ഒന്ന് മടിക്കുമെങ്കിലും ഈവിന് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈവ് അവരെ ഉള്ളിലേക്ക് കയറ്റും. അതിനുശേഷം പിന്നെ അവരുടെ ഓവർ സ്റ്റേ ആയി മാറണം. അവർക്ക് ഓരോ കാരണങ്ങളാൽ അവർക്ക് അവിടുന്ന് പോകാൻ പറ്റില്ല. ആൻഡ്
പെട്ടെന്ന് സ്റ്റോം വരും ആൻഡ് അവരവിടെ സ്റ്റക്ക് ആവാൻ. ആൻഡ് ഓരോ നിമിഷം അവർ ഓവർസ്റ്റേ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ തീയാണ്. ലൈക്ക് വിൽ ബി സോ സഫക്കേറ്റഡ്. കാരണം ഈവനും അവരെങ്ങനെയും പോയി കിട്ടിയാൽ മതി, നമുക്കും അവരെങ്ങനെയും പോയി കിട്ടിയാൽ മതി. സോ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് ഫാസ്റ്റ് പേസ്ഡ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ബ്ലെസ്സിങ് ആണ്. ബിക്കോസ് ഇറ്റ്സ് സോ ഈസി ടു റീഡ്, അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, സോ എൻഗേജിങ് ഫ്രം ദ വെരി സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ആൻഡ് എൻഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വയ്യ, നോ കമന്റ്സ്. ബിക്കോസ് അത്രയും ട്വിസ്റ്റഡ് ആയിട്ടുള്ള മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള എൻഡിങ് ആണ്. ലൈക്ക് ഫുൾ ആൻസേഴ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ദിസ് ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് ബുക്ക്. ലൈക്ക് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ബട്ട് നമ്മൾ തന്നെ അത് എങ്ങനെയൊക്കെ ഫിഗർ ഔട്ട് ചെയ്യും. ലൈക്ക് എത്ര ഫിഗർ ഔട്ട് ചെയ്താലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. ബട്ട് അത് എൻഡിങ് ആ ഒരു ക്ലിഫ് ഹാങ്ങർ ആയിട്ട് നമ്മളുടെ മനസ്സിൽ എന്നും നിലനിൽക്കാൻ പോകുന്ന ബുക്കില്ലേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ബുക്കാണ്. നിങ്ങൾക്ക് ആ കൈൻഡ് ഓഫ് ജോൺറെ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ് വൺ because it's so worth your time. So highly recommended. The next book I'm going to talk about is Blue Sisters. അപ്പോൾ ഇതെൻ്റെ ഒരു ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ബുക്കായിരുന്നു. ആൻഡ് ആസ് ഐ എക്സ്പെക്റ്റഡ്, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ ദിസ് ഇസ് അബൌട്ട് 4 സിസ്റ്റേഴ്സ്. മൂത്തതാണ് എവറി, രണ്ടാമത്തേത് ബോണി, മൂന്നാമത്തേത് നിക്കി ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ലക്കി. അപ്പൊ ഇവർ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, ഓരോരുത്തർക്കും യുണീക്ക് ക്യാരക്ടേഴ്സ് ആണ്, ബട്ട് ദേ ബോണ്ട് ടുഗെദർ വെരി വെൽ. അപ്പൊ അവർ തമ്മിലൊരു സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റർലി റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിലെ മൂന്നാമത്തെ ആള് നിക്കി മരിക്കുന്നത്. ആൻഡ് ആ ഒരു മരണം അവരുടെ ബാക്കിയുള്ള 3 പേരുടെയും ലൈഫിന് ഒരുപാട് മാറ്റങ്ങളാണ് വരുത്തുന്നത്. സോ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു, ലൈക്ക് എനിക്കും 2 സിസ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ ഞാനും അവരോട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സോ ലൈക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു ഹോളോ ഫീലിംഗ്, ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് നമുക്ക് ലോസ്റ്റ് ആവുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ്, അതാണ് ഈ ഒരു ബുക്ക്. ഇറ്റ്സ് സോ സാഡ്, സോ ഡിപ്രസിങ്. സോ യു ഷുഡ് നോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻ ടു. കാരണം ത്രൂ ഔട്ട് ദ ബുക്ക് ഇതിലൊരു ഹാപ്പി മൊമെന്റ്സ് അധികം ഇല്ല, കംപ്ലീറ്റ്ലി സാഡ് ആണ്, ഡിപ്രസിങ് ആണ്. പിന്നെ റൈറ്റിങ്ങിനെ പറ്റി പറയാനില്ല, ഇറ്റ്സ് സോ ഫാബുലസ്. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം എനിക്ക് എന്തോ റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റി. എനിക്ക് ഏറ്റവും വർക്കായത് അവരുടെ ആ ഒരു ബോണ്ടിങ് തന്നെയാണ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഡെത്ത്, ആ ഒരു ഡെത്തിന് ശേഷം അവരുടെ ലൈഫിൽ ഉള്ള ചേഞ്ചസ് ആണ് ത്രൂ ഔട്ട് ദ ബുക്ക് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവര് തമ്മിൽ നല്ല ബോണ്ടിങ് ആണെങ്കിലും ആ ഒരു മരണത്തിന് ശേഷം അവർ തമ്മിൽ ആ ഒരു ബോണ്ടിങ് നഷ്ടപ്പെടുകയാണ്. ദേ ആർ നോ ലോങ്ങർ സെയിം, ദേ ആർ ജസ്റ്റ് ലോസ്റ്റ്. അവർക്ക് ആ ഒരു പഴയ റിലേഷൻഷിപ്പ് പിന്നെ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ദേ ആർ ഇൻ ഗ്രീഫ് എല്ലാവർക്കും. കാരണം ഇതൊരു സൂയിസൈഡൽ ഡെത്ത് ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു ഭാഗം ഉള്ള പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ലോ, അവള് ജീവനോടുള്ളപ്പോൾ ഞാൻ അവളെ അപ്രിഷിയേറ്റ് ചെയ്തില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ്. സോ അത്രയും ആ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു ബുക്കിൽ ത്രൂ ഔട്ട് പറയുന്നത്. ആൻഡ് ഐ ഫെൽ സോ സാഡ് ആൻഡ് ഡിപ്രസ്ഡ് reading this book. It's that kind of book, like you don't want it to end, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് മെൽറ്റ് ആക്കുന്ന കൈൻഡ് ഓഫ് ബുക്ക്. ബട്ട് എല്ലാവർക്കും വർക്ക് ചെയ്യണം എന്നില്ല. ബിക്കോസ് എല്ലാവർക്കും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അവർ ആ ഒരു ഡെത്തിന് ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക ഡൈജസ്റ്റ് ആക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇഫ് യു ആർ എ ലിറ്റററി ഫിക്ഷൻ ലവർ, then you love the writing, because the writing is fabulous and I really enjoyed it. So എനിക്കിത് വായിക്കുമ്പോൾ ഐ ജസ്റ്റ് ഡിഡ്ന്റ് വോണ്ട് ദിസ് ടു എൻഡ്. എനിക്ക് ആ ഒരുപാട് ടൈം എടുത്ത് വായിക്കേണ്ട ഒരു ബുക്കാണ്. ബിക്കോസ് ഒരുപാട് കോട്ട്സ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ലൈൻസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ. ബിക്കോസ് അത്രയും ടച്ചിങ് ആയിട്ടാണ് കംപ്ലീറ്റ്ലി ഈ ഒരു സ്റ്റോറി മൂവ് ചെയ്യുന്നത്. സോ ഐ ലവ് ദ കോൺസെപ്റ്റ്. ആ ഒരു നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഫീലിങ്സ് എന്തായിരിക്കും, ലൈക്ക് ആ ഒരു ഗ്രീഫ്, അതും സൂയിസൈഡൽ ആവുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അവരുള്ളപ്പോൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ, അതിൻ്റെ റിഗ്രറ്റ്സ്, ഇതൊക്കെയാണ് കംപ്ലീറ്റ്ലി ഇതിലുള്ള കോൺസെപ്റ്റ്. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്, ഹൈലി റെക്കമെൻഡഡ് ഇഫ് യു ലവ് സച്ച് എ ബുക്ക്. സോ ഐ ഹാഡ് എ ഗുഡ് ടൈം വിത്ത് ഇറ്റ്. I really enjoyed it. It was a 4.5 star read. So highly recommended. So the next book I'm going to talk about is Then She Was Gone. അപ്പോൾ ലിസ ജുവലിന്റെ ഞാൻ ലിസ ജുവലിന്റെ ബുക്സ് വായിക്കുമ്പോഴൊക്കെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള, ലൈക്ക് എല്ലാം തന്നെ 5 stars അല്ല, ബട്ട് എല്ലാം തന്നെ അടിപൊളി
ഗുഡ് സോളിഡ് ത്രില്ലേഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ദിസ് വൺ ഇസ് എ 4.5 സ്റ്റാർ റീഡ്. സോ ഞാൻ ഈ കൊല്ലം വായിച്ച ത്രില്ലറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ത്രില്ലർ എന്ന് പറയാം. സോ ഇതൊരു നല്ല അടിപൊളി ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ലോറൽ. ലോറലിന്റെ മകള് എല്ലി, അവളൊരു ടീനേജർ ആവുന്ന സമയത്ത് മിസ്സിംഗ് ആവുന്നത്. സോ എല്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കിഡ്. പിന്നെ ലോറലിനുള്ള ബാക്കി മക്കളെ വെച്ച് നോക്കുമ്പോൾ ലോറലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലിനോടാണ്. ബട്ട് എല്ലി മിസ്സിംഗ് ആയതിനു ശേഷം ലോറൽ എന്ന് പറഞ്ഞാൽ അവളുടെ ലൈഫ് ഷാറ്റേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ 10 വർഷമായി അവളുടെ ആ മിസ്സിംഗ് സംഭവിച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ അഗെയിൻ അവളുടെ ലൈഫിൽ ഒരാളെ കണ്ടുമുട്ടുന്നതും അവൾ അയാളായിട്ട് അടുക്കുകയാണ്. അങ്ങനെ അടുക്കുമ്പോൾ അയാളുടെ മകളെ കാണുമ്പോൾ ലൈക്ക് എല്ലി ആ ഒരു സമയം ആ ഒരു ഏജിൽ എങ്ങനെയാണുള്ളത് അതേപോലെയാണ് ഈ കുട്ടി ഉള്ളത്. ലൈക്ക് കൂടുതൽ ആ കുട്ടിയായിട്ട് അവൾ അടുക്കുമ്പോഴും ലൈക്ക് എല്ലിയുടെ ഓരോരോ സ്വഭാവങ്ങൾ ആ കുട്ടിയിൽ കാണുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കും. ബിക്കോസ് ഈ ഒരു മദറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവളുടെ കുട്ടീനെ നഷ്ടപ്പെടുന്നത് വായിക്കുമ്പോൾ പിന്നെ ടോട്ടലി ഇറ്റ്സ് സോ സാഡ് ആൻഡ് ഓരോ പ്ലോട്ട് ട്വിസ്റ്റുകളും ലൈക്ക് ഏതോ പ്ലോട്ട് ട്വിസ്റ്റ് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ബട്ട് സ്റ്റിൽ ഐ റിയലി enjoyed this book. I'm going to recommend this in every thriller recommendation because അത്ര എനിക്ക് ഇഷ്ടമായി, അത്ര എനിക്ക് വർക്കായി. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ലൈക്ക് ദിസ് ഇസ് ദാറ്റ് ത്രില്ലർ വിച്ച് വിൽ ലിങ്കർ ഇൻ മൈ മൈൻഡ്. അപ്പൊ അങ്ങനെ തോന്നിപ്പോയൊരു ത്രില്ലർ ബുക്കാണ്. ടോട്ടലി റെക്കമെൻഡഡ്. ബിക്കോസ് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും, ഭയങ്കര ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. സോ ഇതുവരെ നിങ്ങൾ പേഴ്സിസ്റ്റ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞ ബുക്സ് ഒക്കെ മേ ബി ഒരു ബിഗിനർ ലെവലിൽ ബുദ്ധിമുട്ടാവുമെങ്കിലും ഇത് ബിഗിനർ ലെവലിൽ വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ്. സോ ഡു നോട്ട് മിസ് ദിസ് വൺ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ ഹൈലി റെക്കമെൻഡ്. സോ ഇതൊക്കെയാണ് എൻ്റെ സോ ഫാർ മൈ ഫേവറേറ്റ്സ് ഓഫ് 2025. ഐ എം സോ ഹാപ്പി ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും ഫേവറേറ്റ്സ് ഉണ്ടായതിൽ. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ എൻ്റെ റിവ്യൂ നിങ്ങളെ കൺവിൻസ് ചെയ്തു എന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ദം ഡൗൺ ബിലോ. ഐ വുഡ് റെക്കമെൻഡ്. എല്ലാ ബുക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ബട്ട് ഒരു ബിഗിനർ ലെവലിലാണെന്നുണ്ടെങ്കിൽ മേ ബി സം ഓഫ് ദിസ് ബുക്ക് മേ ബി ടു മച്ച് ഫോർ യു. സോ ഇതിൽ ഏത് ബുക്കാണ് നിങ്ങളെ കൺവിൻസ് ചെയ്തത് വായിക്കാൻ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓൾസോ ഇതിലേതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഞാൻ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൾസോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ് പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് another one. Till then, bye bye and take care.